പിന്നെ ഓഷോ മെഡിറ്റേഷൻസിൽ നമുക്കൊരു ഏതെങ്കിലും ഒരു റിലീജിയനുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല. അതായത് ഒരു ഇന്ന പർട്ടിക്കുലർ റിലീജിയനെ നിങ്ങൾ വിശ്വസിക്കണം, ഇന്ന വിശ്വാസങ്ങൾ വേണം, ബിലീഫിന് അവിടെ പ്രയോറിറ്റി ഇല്ല. ഓഷോ മെഡിറ്റേഷനെ കാണുന്നത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. ഒരു കംപ്ലീറ്റ് ഒരു സയൻസ് ആയിട്ടാണ് പുള്ളി അതിനെ ഇനിഷ്യലി നമ്മളെ അപ്രോച്ച് ചെയ്യാൻ സഹായിക്കുന്നത്. അതായത് ഹി ഗീവ്സ് യു എ മെഡിറ്റേഷൻ, അതിന് പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓരോ സ്റ്റേജസ് ഉണ്ട്, ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഉണ്ട്. സോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സയൻസിൽ അതാണല്ലോ നമ്മൾ പറയാമെന്ന് പറഞ്ഞത്, എക്സ്പെരിമെൻറ്റ് യുവർ സെൽഫ് വിത്ത് മെഡിറ്റേഷൻ നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയാം. സോ ഒരു കൂടുതലൊരു സയൻറ്റിഫിക് അപ്രോച്ച്, അതായത് നിങ്ങളെ തന്നെ യു ട്രൈ ഇറ്റ് യുവർ ഓൺ, ഒരു ട്രയൽ ആൻഡ് എറർ അപ്രോച്ചിൽ നിങ്ങൾ അതിനെ സമീപിക്കുക എന്ന രീതിയിലാണ് ഓഷോ മെഡിറ്റേഷന് പറയാമെന്ന് പറയുന്നത്. ഒരു സയൻസ് ആയിട്ട് തന്നെ നിങ്ങളതിനെ ഒരു സയൻസ് ഫോർ ഇന്നർ സയൻസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക ഇനിഷ്യലി.